പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ മാറി വരുന്ന കുറേ കല്യാണ ചടങ്ങുകളെക്കുറിച്ചൊക്കെ പറയാമെന്ന് കരുതി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പയ്യൻ നമ്മുടെ അടുത്ത് വന്നിരുന്നപ്പോൾ ഇങ്ങനെ മോതിരത്തിൽ കുട്ടിയുടെ പേരെന്താണെന്ന് അറിയാൻ ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പോൾ പേരില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഇതിനകത്ത് എന്താ പേരടിക്കാൻ? അത് ആൻറ്റി ഇപ്പം പേരടിക്കുന്നത് ഔട്ട് ഓഫ് ഫാഷനാണ്, ഇപ്പോൾ ഫിംഗർ പ്രിൻ്റാണ് വെക്കുന്നത്. അത് ശരി. മോൻ്റെ ഫിംഗർ പ്രിൻ്റ് ആ കുട്ടിയുടെ മോതിരത്തിലും ആ കുട്ടിയുടെ ഫിംഗർ പ്രിൻ്റാണ് ഈ പയ്യൻ്റെ മോതിരത്തിലും. അഥവാ പേരടിക്കുകയാണെങ്കിൽ പോലും മോതിരത്തിൻ്റെ അകത്ത് ആരും കാണാത്ത സ്ഥലത്താണ് പേരടിക്കുന്നതെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ പേര് പുറത്തടിക്കുന്നത് ഔട്ട് ഓഫ് ഫാഷനാണ്, ആരും ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് പക്ഷേ ഇതൊരു ഭയങ്കര പുതിയ അറിവായിപ്പോയി കേട്ടോ. നമ്മൾ പണ്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മോതിരത്തിൽ പേരടിച്ചല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. മെഹന്തി കല്യാണമെന്ന് പറഞ്ഞിട്ട്, അത് മെഹന്തി കല്യാണമൊന്നും നമ്മുടെ മലയാളികളുടെ ഇടയിലേ ഇല്ല. അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിരുന്നു. ഒരു ദിവസത്തെ ചടങ്ങായിട്ടാണ് അവർ മെഹന്തി കല്യാണം ഭയങ്കര ആർഭാടപൂർവ്വമാണ് വടക്കേ ഇന്ത്യയിലൊക്കെ ആഘോഷിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാൻ പറ്റും. എൻ്റെ ഹസ്ബൻഡ് എയർഫോഴ്സിലായിരുന്നുകൊണ്ട് ഒരുപാട് നാൾ ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അവർ കല്യാണത്തിനോടനുബന്ധിച്ച് മെഹന്തി കല്യാണമൊക്കെ വളരെ വലിയ ചടങ്ങായിട്ടാണ് നടത്തുന്നത്. ഇവിടെ അത് കണ്ടിട്ട് മലയാളികൾ കുറച്ച് മഞ്ഞളൊക്കെ തേച്ചിട്ട് ഒരു ദിവസം ഇവിടെ നടത്തും. ഒരു ദിവസത്തെ ചടങ്ങായിട്ട് ഫുഡൊക്കെ എല്ലാവർക്കും കൊടുത്തൊക്കെയാണ് നടത്തുന്നത് ഇപ്പോൾ. പക്ഷെ അതൊന്നും നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ട കാര്യങ്ങളല്ല മെഹന്തി കല്യാണം. അതൊക്കെ ഇപ്പം വന്ന് ചേർന്നതാണ്. അതുപോലെ തന്നെ പിന്നെ കല്യാണത്തിന് ഈ ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്നെ കൊണ്ട് പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്, ഒരു കുട പോലെ ഒരെണ്ണത്തിൽ പിടിച്ചൊക്കെ കൊണ്ടുവരുന്നത്, അതൊക്കെ ഇപ്പോൾ വന്ന് ചേർന്ന കാര്യങ്ങളാണ്. എല്ലാ ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർ പല സ്റ്റേറ്റുകളിലെ ആചാരങ്ങളെ എടുത്ത് നമ്മുടെ കല്യാണത്തിനൂടെ ചേർത്ത് ചെയ്യുകയാണ്. പിന്നെ പൈസ ഉള്ള രക്ഷകർത്താക്കളാകുമ്പോൾ എല്ലാത്തിനും അങ്ങ് നിൽക്കുമല്ലോ. അതേപോലെ സേവ് ദ ഡേറ്റൊക്കെ എത്ര കാലമായി തുടങ്ങിയിട്ട് ഒരു 5-6 കൊല്ലമായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഈ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുകയും അതൊരു ഷൂട്ടിങ് പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. സിനിമ ഷൂട്ടിങ് പോലെയാണ് സേവ് ദ ഡേറ്റ് ആഘോഷിക്കുന്നത്. പണ്ടൊക്കെ എൻഗേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു? നമ്മുടെയൊക്കെ കാലത്ത് മുതിർന്ന ആൾക്കാർ അവരുടെ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും അമ്മാവന്മാർ, അതുപോലെ അടുത്ത ബന്ധുക്കളെ, പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. അതിൽ തന്നെ ഞങ്ങളുടെയൊക്കെ കല്യാണത്തിന് ജാതകം കൊടുക്കത്തേ ഉള്ളൂ. പെണ്ണിൻ്റെ ജാതകം ചെറുക്കൻ്റെ അച്ഛൻ്റെ കയ്യിലും, ചെറുക്കൻ്റെ ജാതകം പെണ്ണിൻ്റെ അച്ഛൻ്റെ കയ്യിലും കൊടുക്കുക. അത് കഴിഞ്ഞ് അന്നേരം വിവാഹം ഉറപ്പിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെയാണ്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാണ് ഈ മോതിരവിടിയിലൊക്കെ വന്നത്. അത് ഈ ഗൾഫിലൊക്കെ ഇപ്പോൾ ഹസ്ബൻഡ് പയ്യനാണെങ്കിൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കല്യാണം ഉണ്ടെങ്കിൽ മോതിരം ഇട്ട് ഉറപ്പിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തുടങ്ങിയതാണ്. അപ്പോൾ അതെല്ലാം ഇപ്പം മോതിരത്തിൽ പേരുമില്ല, അതുമില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചായിരുന്നെങ്കിൽ പേരും പിന്നെ ഭയങ്കര ഡേറ്റും കല്യാണത്തിൻ്റെ ഡേറ്റും ഒക്കെ അടിക്കുന്ന ഒരു ചടങ്ങും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് സിമ്പിളായിട്ട് ഫിംഗർ പ്രിൻ്റാണ് ഇപ്പോഴത്തെ മോതിരങ്ങളിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കല്യാണത്തിന് തന്നെ ഒരുപാട് സാരികൾ ഇങ്ങനെ, ഞങ്ങളുടെയൊക്കെ കല്യാണത്തിന് ഇപ്പോൾ സെറ്റ് സാരി, പിന്നെ അല്ലാത്തൊരു സാരി, പിന്നെ സെറ്റ് സാരി ഉടുത്തുകൊണ്ട് ഉണ്ണാൻ പോകണം, പിന്നെ അത് കഴിഞ്ഞ് കല്യാണ സാരി ഉടുത്തുകൊണ്ട് വേണം ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകാം. അപ്പോഴത്തേക്കിന് ഇത് 2-3 സാരികൾ മാറാൻ തന്നെ എത്ര സമയം വേണം? പണ്ട് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഒരു സാരി കൊണ്ടുവരും, ആ സാരി ഉടുത്തുകൊണ്ട് കഴിച്ചിട്ട് അവർ കല്യാണം കഴിഞ്ഞ് അവരുടെ വീട്ടിലോട്ട് പോകുമ്പോൾ അങ്ങ് പോയാൽ മതി. ഒരു സാരി മാറണം. പിന്നെ ചില ഇതിൻ്റെ ഇടയ്ക്ക് തലേ ദിവസം തന്നെ സാരി കൊണ്ട് കൊടുത്ത് പിറ്റേന്ന് ആ ഒരു സാരി മാത്രം എടുത്താൽ മതി. അതിപ്പോഴും അവർക്ക് അങ്ങനെ തന്നെ തുടരുന്നുണ്ടെന്ന് തോന്നും. ഞങ്ങളുടെ ഇതിലാണ് ഇങ്ങനെ സെറ്റ് സാരി വന്നതും സെറ്റ് മുണ്ടും വന്നതും ഒക്കെ. അതൊക്കെ ഒരു 10-12 കൊല്ലം ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ അമ്മായിയമ്മയ്ക്ക് വള കൊടുക്കുക, അതൊക്കെ ഒരു 10 കൊല്ലത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു തലമുറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ 70-കളിലും 80-കളിലൊക്കെ ജനിച്ച ആൾക്കാർക്കാണ് ഈ 2 പുതിയ മാറ്റങ്ങളും പഴയ ഇതും കൂടെ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞ ആൾക്കാരായിട്ടാണ് നമുക്ക്. ബാക്കി ഇപ്പോഴത്തെ 2000-ലൊക്കെ ജനിച്ച കുട്ടികൾക്കൊന്നും ഇതൊന്നും, 1990-ന് ശേഷം ജനിച്ച കുട്ടികൾക്കൊന്നും ഇതൊന്നും വലിയ അതിശയമായിട്ടൊന്നും തോന്നുന്നില്ല. അവർക്കൊക്കെ ഇതൊക്കെ കണ്ട് എല്ലാം വടക്കേ ഇന്ത്യൻ സിനിമകളും ഒക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടൊക്കെ അവർക്ക് ഇതൊക്കെ വലിയ അതിശയമായിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മളെപ്പോലെ കുറച്ച് പഴഞ്ചൻ ആൾക്കാർക്കാണ് ഇതൊക്കെ കാണുമ്പോൾ വലിയ അതിശയമായിട്ട് തോന്നുന്നത്. എന്തായാലും കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആചാരങ്ങളുടെ ഒരു പെരുമഴയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ്
കുട്ടിയുടെ സ്വഭാവമോ അവരുടെ ഇതൊക്കെ ജസ്റ്റ് നോക്കുന്ന പതിവേ ഉള്ളായിരുന്നു പണ്ട്. പയ്യൻ്റെ വീട്ടുകാരെക്കുറിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടുകാരെക്കുറിച്ച് അന്വേഷിക്കുക, അവർ തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റുമോ നോക്കുക. ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് നോക്കിയിരുന്നത്. ഇപ്പോഴാണ് ഇത്രയും ആചാരങ്ങളും അതുപോലെ തന്നെ പൈസയുടെ ഈവൻ മാനേജ്മെൻറ്റുകാർക്കൊക്കെ നല്ല കോളല്ലേ. സ്റ്റേജ് ഡെക്കറേഷൻ, അത് കഴിഞ്ഞ് ഫുഡിൽ തന്നെ പല വെറൈറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഫങ്ഷൻ, ഒരു ദിവസത്തെ ഫങ്ഷനായിട്ട് വെക്കുക. പണ്ട് നല്ല വാതിൽ വരിക എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ വരിക ചെയ്യുന്നത്. പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്നും ചെറുക്കൻ്റെ വീട് ആദ്യം കാണാൻ പോകാറില്ല. കല്യാണം കഴിച്ച് കുട്ടിയെ വിട്ടതിന് ശേഷമേ അവിടെ പോയി ചെറുക്കൻ്റെ വീട് കാണാറുള്ളൂ, അമ്മ ഉൾപ്പെടെ. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അത് ഒരു കണക്കിന് നല്ലതാണ്. ആദ്യം പോയി ചെറുക്കൻ്റെ വീടൊക്കെ ഒന്ന് കാണാൻ പറ്റുമല്ലോ. പണ്ട് ഈ പെണ്ണിൻ്റെ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷമേ ഈ ചെറുക്കൻ്റെ വീട്ടിൽ വന്ന് കാണാൻ പറ്റുള്ളൂ. ഇപ്പം പെൺകുട്ടി ഉൾപ്പെടെ നേരത്തെ പോയി കണ്ടിട്ട് അവരുടെ കൂടെ പോയി സാരിയൊക്കെ എടുക്കുക. നമ്മളൊക്കെ ആണെങ്കിൽ സാരിയുടെ എൻ്റെയൊക്കെ കാലഘട്ടമായപ്പോൾ എനിക്കൊന്ന് സാരിയുടെ കളറൊക്കെ പറയാം. നമ്മളെടുത്ത സാരിയുടെ കളർ പറയാം. അത് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പച്ച കളർന്നോ നമുക്കിഷ്ടമുള്ളൊരു കളർ പറയും, അതനുസരിച്ചുള്ള സാരി അവരെടുത്തുകൊണ്ട് വരും. എടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പിന്നെ അവർ ചെറുക്കൻ്റെ വീട്ടുകാരുടെ കൂടെ പോയാണ് പെണ്ണിൻ്റെ വീട്ടുകാരും കൂടെ തുണി എടുക്കുന്നതും. അവർ അങ്ങ് വളരെ എല്ലാവരും ക്ലോസ് ആവുന്നുണ്ട്. അതൊക്കെ ഒരു കണക്കിന് നല്ലതാണ്. എല്ലാവരും പരിചയപ്പെട്ടിട്ടൊക്കെ പോകുമ്പോൾ പെൺകുട്ടിക്ക് ഇത്തിരി കൂടെ ഒരു മാനസികമായ ഒരു ടെൻഷൻ കുറയുമല്ലോ. നമ്മളൊക്കെ ഒരു പരിചയമില്ലാത്ത വീട്ടിലോട്ട് ആദ്യം പോകുന്ന കണക്ക് അവർക്ക് തോന്നത്തില്ല. അന്നേരം അവർക്ക് എല്ലാവരുമായിട്ട് നല്ല അടുപ്പം വരുന്നത് ഒരു കണക്കിന് നല്ലതാണ്. മാറ്റങ്ങൾ നല്ലതാണ്. എപ്പോഴും മാറ്റങ്ങൾ വേണമല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോഴത്തെ കല്യാണത്തിന് വന്നിട്ടുള്ളത്. അതുപോലെ നെറ്റിയിൽ ഇങ്ങനെ സിന്ദൂരം ഇട്ട് കൊടുക്കുക, അതൊന്നും നമ്മുടെ കല്യാണത്തിന് പണ്ടില്ലായിരുന്നു. താലി കെട്ടുക, പുടവ വാങ്ങിക്കുക, പോവുക. അല്ലാതെ നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കൊടുക്കുന്ന പതിവൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ നെറ്റിയിൽ സിന്ദൂരം. ഇതെല്ലാം വടക്കേ ഇന്ത്യൻ സ്റ്റൈല്, തമിഴ് സ്റ്റൈല് എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ മലയാളികളുടെ കല്യാണം വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേയൊക്കെ നല്ലതാണ്. അങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ എല്ലാ കാലത്തും വേണമല്ലോ. ആഘോഷമായിട്ടല്ലേ ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ. പണ്ടൊക്കെ ആഘോഷമായിട്ടല്ല, അന്ന് എല്ലാവർക്കും പൈസയ്ക്ക് ബുദ്ധിമുട്ട് കാണും. അപ്പോഴെങ്ങനെയെങ്കിലും കല്യാണം നടത്തി വിടാനുള്ള ഒരു തത്രപ്പാടിൽ ആഘോഷങ്ങളൊക്കെ എത്രത്തോളം കുറയ്ക്കാമെന്നായിരിക്കും നോക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അതല്ലല്ലോ, പൈസയ്ക്കൊന്നും ആർക്കും അത്ര വലിയ ബുദ്ധിമുട്ടല്ല. പിന്നെ ഉള്ളവരും ഉണ്ട്, ബുദ്ധിമുട്ടുള്ളവരും ഉണ്ട്. അങ്ങനെ കല്യാണം നടത്തി വിടുന്നതും ഉണ്ട്. ഇതിൻ്റെ സത്യത്തിൽ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതാണല്ലോ. അത് ഏറ്റവും നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ്. ഈ ആർഭാടം ചെലവിനേക്കാളും അതൊക്കെയാണ് നോക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ള ഇങ്ങനത്തെയൊക്കെയുള്ള കുറേ മാറ്റങ്ങൾ, ഞാനിപ്പോൾ ഇന്നലെ ഈ പയ്യൻ്റെ മോതിരം കണ്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടോ, പേരൊന്നും എഴുതാൻ പാടില്ല എന്നൊക്കെ അവർ വന്നല്ലോ എന്ന് ഞാനിപ്പോൾ ആലോചിച്ചത്. എനിക്കിപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഞാൻ അതിന് മുമ്പ് ഇങ്ങനെ ആരുടെയും മോതിരത്തിൽ അങ്ങനെ ഫിംഗർ പ്രിൻറ്റ് കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഞാൻ വലിയ അതിശയത്തിൽ ഇതിപ്പോൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ എവരിപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്, ഞങ്ങളൊക്കെ ഇതൊക്കെ എന്നേ ഫിംഗർ പ്രിൻ്റ് ആയെന്നായിരിക്കും തോന്നുന്നത്. അത് സത്യമായിരിക്കും. ഞാൻ ഇന്നലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫിംഗർ പ്രിൻറ്റ് കണ്ടത്. ആ അതിശയത്തിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. പിന്നെ വേറെ എന്തൊക്കെയാണ്, പിന്നെ ഫുഡിൽ സദ്യയിലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഒരുപാട് പായസങ്ങളും ഒരുപാട് ബോളി പായസം പല വിധ വിഭവങ്ങളാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ബേക്കറി സാധനങ്ങൾ. ഇപ്പോഴത്തെ വേറൊരു ട്രെൻഡാണ് സദ്യയുടെ കൂടെ ഇത്രയും ബേക്കറി സാധനങ്ങൾ. ഈ ബേക്കറി സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കവറ്. പണ്ട് സദ്യ ഉണ്ണാൻ തന്നെ എല്ലാവർക്കും ഇപ്പം കുറച്ച് കഴിക്കുമ്പോഴേ എല്ലാവർക്കും സാമ്പാറൊക്കെ ആകുമ്പോഴേ മതിയായി എല്ലാവരും എണീക്കും. അതിൻ്റെ കൂടെ ഇപ്പം ഇന്നാളൊരു കല്യാണത്തിന് പോയപ്പോൾ ഈ ബേക്കറി സാധനങ്ങൾ കൊണ്ടുപോകാനൊരു ഡെപ്പി, ആ ഡെപ്പി കൊണ്ട് കൈ കഴുകാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരുടെ കയ്യിലും ഓരോ ഡെപ്പി. ഇത് വെക്കാൻ സ്ഥലമില്ല, കൈ പിടിച്ചുകൊണ്ട് നിന്ന് പിന്നെ അത് കൈ കഴുകി ഈ ഡെപ്പിയും കൊണ്ട് വീട്ടിൽ പോവുക. എന്തൊക്കെ കാണണം ഭഗവാനെ, എനിക്കറിയത്തില്ല. എല്ലാം നല്ലതിനാണെന്ന് കരുതാം. എന്തായാലും ഒരു കല്യാണം നല്ല രീതിയിൽ നടത്തുക, അവർ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക, അവരുടെ കുടുംബജീവിതം നന്നായിട്ട് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. ആർഭാടത്തിലൊന്നും വലിയ കാര്യമില്ല. മാനസികമായ ഐക്യവും അവരുടെ തുടർന്നുള്ള ജീവിതവും, ഇപ്പോൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒരു ജീവിതം നന്നായി അവരെ അങ്ങ് അടിച്ച് പൊളിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. വർഷങ്ങൾ 50 വർഷം 60 വർഷമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴാണ് സംതൃപ്തിയോടെയാണ് എൻ്റെ വിവാഹ ജീവിതം കഴിഞ്ഞത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ വന്ന കാലഘട്ടത്തിൽ
എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. എന്തായാലും ഇത് വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. തൽക്കാലം നിർത്തുന്നു. ഇപ്പോഴും വന്നിട്ടുള്ള ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. ബൈ.